ആളുകളോട് സംസാരിക്കുമ്പോൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് എങ്ങനെ പറയുന്നു എന്നുള്ളതിന്. കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് ആക്ച്വലി 3 parts ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മെഹ്റബിയൻ റൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ പ്രാധാന്യം അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരഭാഷ, ആ വാക്കുകൾ നമ്മൾ ഉരുവിടുന്ന ശബ്ദത്തിൻ്റെ ടോൺ, അതായത് ശബ്ദവ്യതിയാനം എന്ന് പറയും. ശരീരഭാഷയും ശബ്ദവ്യതിയാനവും നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഒരാശയം നമ്മൾ ആളുകളോട് സംവദിക്കുമ്പോൾ. അതൊരു സംഭാഷണത്തിലായാലും ശരി, പ്രസംഗത്തിലായാലും ശരി. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എപ്പോൾ ചിന്തിക്കുമ്പോഴും നമ്മളെപ്പോഴൊക്കെ ആശയവിനിമയത്തിൻ്റെ തലങ്ങളിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറയുന്നു എന്നതിനപ്പുറത്ത് എങ്ങനെ പറയുന്നു എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കണം. അപ്പോഴാണ് ആശയവിനിമയം പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ, അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുന്നിടത്ത് PC മെഹ്റബിയൻ എന്ന ബോഡി ലിംഗ്വിസ്റ്റ് സൈക്കോളജിസ്റ്റ് പറയുന്നത് 55% ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ബൈ ബോഡി ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുന്നതിന് 55% ആളുകൾ സ്വീകരിക്കുന്നത് നമ്മളത് പറയുമ്പോഴുള്ള നമ്മുടെ ശരീരഭാഷയിൽ നിന്നാണ്. അതിനുശേഷം വരുന്നത് 38% സ്വീകരിക്കപ്പെടുന്നത് ആ വാക്കുകൾ നമ്മൾ പറയുന്ന ഉരുവിടുന്ന ശബ്ദത്തിൻ്റെ ടോൺ അനുസരിച്ചാണ്. വാക്കുകൾ പറയുന്ന തലമുണ്ട്, എങ്ങനെയാണ് ഒരു വാക്ക് ഉരുവിടുന്നത്, അതിലാണ്, ആ മോഡുലേഷനിലാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ഭാഗം 7%, അതാണ് കണ്ടന്റ് അഥവാ ഉള്ളടക്കം. ആശയവിനിമയത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഉള്ളടക്കം നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് ആശയവിനിമയം സ്വീകരിക്കപ്പെടുന്നത്, കണ്ടന്റിലൂടെ സ്വീകരിക്കപ്പെടുന്നത് വെറും 7% മാത്രമാണ്. അതുകൊണ്ട് ആശയവിനിമയം നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 55% ബോഡി ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കുക, 38% നിങ്ങളുടെ വോയിസ് മോഡുലേഷന് പ്രാധാന്യം നൽകുക, 7% കണ്ടന്റായി സ്വീകരിക്കപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ആശയവിനിമയത്തിൽ മികവുറ്റവരായി മാറാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക.